നമസ്കാരം. NHAI പണി തുടങ്ങുന്നതിന് മുൻപേ റീഇൻഫോഴ്സ്മെന്റ് വാൾ തകർന്നിരിക്കുകയാണ്. ഇത് തകരാനുണ്ടായ സാഹചര്യം മഴയാണെന്ന് നമുക്ക് നിഗമിക്കാമെങ്കിൽ പോലും അതല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അശാസ്ത്രീയമായി നിർമ്മിക്കലാണോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപകടക്കെണികളാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മളെ ഭയപ്പെടുത്തുന്നത്. കൊല്ലം ചാത്തന്നൂർ നാഷണൽ ഹൈവേ അതോറിറ്റി റോഡ് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റീഇൻഫോഴ്സ് എർത്ത് വാൾ തകർന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ മഴയെ പഴിചാരാനാണോ നാഷണൽ ഹൈവേ അതോറിറ്റി ശ്രമിക്കുന്നത്? ചാത്തന്നൂർ ഗവൺമെൻറ് HSSന് മുമ്പിലുള്ള റോഡിൻ്റെ ബേസായി ചെയ്ത റീഇൻഫോഴ്സ്ഡ് എർത്ത് വാൾ തകർന്നു കിടക്കുന്നത്. ആരും കാണാനുമില്ല, തിരക്കാനുമില്ല, പരാതിപ്പെടാനൊരു ഓഫീസുമില്ല. റീഇൻഫോഴ്സ് എർത്ത് വാൾ തകർന്നിടത്ത് ഓട നിർമ്മാണവും പകുതി പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെ പേര് മനു. ഞാനിവിടെ ഒരു മൊബൈൽ ഷോപ്പ് നടത്തുകയാണ്. ചേട്ടാ, ഇവിടെ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് പണി നടക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ കാര്യം എന്ന് വെച്ചാൽ NHൻ്റെ ആ റീഇൻഫോഴ്സ്ഡ് വാൾ തകർന്ന നിലയിലാണ് കാണുന്നത്. ഒരു മഴ പെയ്തപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ തുടർന്ന് ഇത് പണി പുരോഗമിക്കുന്നതിൻ്റെ എന്താണെന്നൊന്ന് പറയാമോ? അത് തന്നെ, നമ്മളിപ്പം കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി കാലവർഷം എത്തിയാൽ ഇനി എന്തായിരിക്കും എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. പിന്നെ ഈ വാള് ഓൾറെഡി അവർ ചെയ്തു, മണ്ണിട്ട് ഫില്ല് ചെയ്തില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഉണ്ട്. പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർക്ക് മഴ പെയ്തു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ഈ ഓടയൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ വെള്ളം ഇത്ര ഇവിടെ കെട്ടിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ താഴ്ചയിലുള്ള വെള്ളമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിപ്പം എന്താവും സ്ഥിതി എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനായിട്ട് തന്നെ നിൽക്കുകയാണ്. നമുക്ക് അന്നത്തെ മഴയിൽ കട പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വെള്ളം ഇറങ്ങിപ്പോയത്. നാളുകളായി വികസനം തുടങ്ങിയിട്ട് വികസനം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഓരോ മേഖലയും വെള്ളത്തിനടിയിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ 2-3 കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ച് വേണം മെയിൻ റോഡിലെത്താൻ. കണ്ടാൽ നമുക്ക് അത്രത്തോളം ആഴം തോന്നത്തില്ലെങ്കിലും ഒരാളടിയോളം താഴ്ചയുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ അപകട സാധ്യത കൂടും. പിന്നെ ഉറപ്പായിട്ടും എന്താണ്ട് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ് വെച്ചിട്ടുള്ള ഒരു നൂല് മാത്രം കെട്ടിയിട്ടേക്കാണ്. എന്തെങ്കിലും വണ്ടി ഒന്ന് അപകടം ഉണ്ടാവും എന്നുള്ള 100% ഉറപ്പായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനപ്പുറം ഒരാളടി താഴ്ചയിലാണ് കുഴികൾ റോഡിന് സൈഡിലുള്ളത്. ഓരോരോ കീറാമുട്ടി ന്യായങ്ങൾ മാത്രം. ഡൽഹിയിൽ തങ്ങളുടെ ആവശ്യമുന്നയിച്ച സാധാരണ ജനങ്ങളെ വാഹനം കയറ്റി കൊന്നെങ്കിൽ യാതൊരു സുരക്ഷാ മുൻകരുതലോ കോഷൻ ബോർഡോ ഒന്നുമില്ലാതെ സർവീസ് റോഡുകൾ കൃത്യമായി സഞ്ചാരയോഗ്യമാക്കാതെ എന്തുകൊണ്ട് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ പറയാനുള്ളൂ: അസ്വാഭാവിക മരണം നടപ്പിലാക്കുക. അല്ലാതെ കേരളത്തിലെ ജനങ്ങളെ കൊല്ലാൻ വേറെ മാർഗമില്ലല്ലോ. വാഹനപ്പെരുപ്പം കൂടുതലാണ്. ഇതിനെക്കുറിച്ചുള്ള സർവേയും ഭാവി പ്രതിസന്ധികളുമെല്ലാം വിദഗ്ധർ വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നും ജനങ്ങളുടെ ജീവന് പുല്ലുവിലയാണ്. ജീവൻ സംരക്ഷിക്കേണ്ടുന്ന അധികാരികളും ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ചാ പ്രഹസനം നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. സാധാരണ ജനങ്ങൾ അപകടത്തിൽപ്പെട്ട് അവരുടെ ബന്ധുക്കളോ പൊതുജനങ്ങളോ ചോദിച്ചാൽ തന്നെ വികസനം എന്ന ഭംഗി വാക്കുകൊണ്ട്, ഭാവി എന്ന ചോദ്യചിഹ്നവും കൊണ്ട് അവരുടെ വായടപ്പിക്കും. ജനങ്ങളെ പിഴിഞ്ഞുണ്ടാക്കുന്ന ടാക്സ് കൊണ്ടാണ് ഇത്തരം മരണക്കയങ്ങൾ തീർക്കുന്നതെന്ന് അധികാരികൾ മറക്കാതിരുന്നാൽ നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഓരോ കിലോമീറ്റർ ദൂരത്തിലും NH വികസനം വന്നപ്പോൾ ജീവൻ പൊലിഞ്ഞവർക്ക് വേണ്ടി ആയിരക്കണക്കിന് സ്മൃതി മണ്ഡപങ്ങൾ തീർക്കേണ്ടി വരും. എന്തുകൊണ്ട് റീഇൻഫോഴ്സ്ഡ് എർത്ത് വാൾ പണിഞ്ഞപ്പോൾ കൃത്യമായി കോൺക്രീറ്റ് ചെയ്തിട്ടില്ല? മണ്ണ് റീഫിൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇത് നോക്കേണ്ടതല്ലേ? ഇനിയെങ്കിലും അധികൃതർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ജോലികൾ കൃത്യതയും സുരക്ഷിതത്വവും ഉണ്ടോ എന്ന് ഉറപ്പാക്കാനെങ്കിലുമുള്ള നടപടി സ്വീകരിച്ചുകൂടെ? നാടിനും നാട്ടുകാർക്കും വികസനം അത്യാവശ്യ ഘടകമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ വളരെ ദയനീയമാണ്. ജനങ്ങളുടെ ജീവൻ എടുക്കാനാണോ NH അധികാരികൾ ശ്രമിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങൾക്കും ഇതിനോട് പ്രതികരിക്കാം.